ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രത്യക്ഷീകരണ തിരുനാൾ അഥവാ ദനഹ തിരുനാളിന് ശേഷം വായിച്ചു കേൾക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് യോഹന്നാൻ 3:30. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. യോഹന്നാൻ അനുതാപത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നു. യോർദാൻ നദിയിൽ വെച്ച് യോഹന്നാൻ ഈശോയ്ക്ക് മാമോദിസ നൽകുന്നു. ഈശോ തന്റെ പരസ്യജീവിതം ആരംഭിക്കുന്നു. സുവിശേഷ പ്രഘോഷണം ഈശോ നടത്തുന്നു. ഈശോ വചനം പ്രഘോഷിക്കുന്നിടത്തെല്ലാം ധാരാളം ആൾക്കൂട്ടമുണ്ടാകുന്നു. ഇന്നത്തെ സൈബർ ഭാഷയിൽ പറഞ്ഞാൽ ഈശോയുടെ ഓരോ എപ്പിസോഡിനും 1K 2K ലൈക്കുകളും ഷെയറുകളും അതിനടുത്ത സബ്സ്ക്രിപ്ഷനും ഒക്കെ ലഭിക്കുകയാണ്, ഫോളോവേഴ്സിനൊക്കെ ലഭിക്കുകയാണ്. ആ സമയത്താണ് ഈശോയുടെ യോഹന്നാന്റെ അടുത്ത് വന്ന് യോഹന്നാന്റെ ചില ശിഷ്യർ പറയുകയാണ്, യോഹന്നാനെ ഗുരു എന്നാണ് വിളിക്കുന്നത്. ഗുരു എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, ജോർദാന്റെ അക്കരെ നിന്നോടുകൂടി ഉണ്ടായിരുന്നവൻ, നീ ആരെ പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ അവിടെ സ്നാനം നൽകുന്നു, എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ്. ഈശോ അവിടെ സ്നാനം നൽകുന്നു, എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ സ്നാപകന്റെ അടുത്ത് ആള് കുറയുന്നു. അത് സ്നാപകന്റെ എന്തോ അപജയമോ കുറവോ ഒക്കെയാണ് എന്ന ധാരണയിലാണ് അവര് സ്നാപകന്റെ അടുത്ത് എന്ന് പറയുന്നത്. ഈശോയുടെ അടുത്തേക്കാണ് ആളുകൾ ഇടിച്ചു കയറുന്നത്. നിന്റെ അടുക്കളേക്ക് ആരും വരുന്നില്ലല്ലോ, ഇവിടെ കച്ചവടം കുറഞ്ഞുപോയി, അവിടെ നല്ല കച്ചവടം തിമിർത്ത് കച്ചവടം നടക്കുന്നു. ആ രീതിയിലൊക്കെ ഉള്ള സംസാരവുമായി യോഹന്നാന്റെ അടുത്തേക്ക് വരികയാണ്. യോഹന്നാൻ വളരെ മനോഹരമായ ഒരു മറുപടി, ഏറ്റവും ശ്രേഷ്ഠമായ മറുപടി അത് നൽകുകയാണ്. ഒരുപക്ഷെ യോഹന്നാന്റെ അവസാനത്തെ സന്ദേശവുമാകാം അത്. അവൻ പറയുകയാണ്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി അവന് മാമോദിസ നൽകുക എന്നുള്ളതായിരുന്നു. അത് ഞാൻ ചെയ്തു. അപ്പോഴും യോഹന്നാൻ പറയുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, പക്ഷെ അവന് മാമോദിസ നൽകാൻ എന്നെ ദൈവം നിയോഗിച്ചു, ഞാനത് ചെയ്തു. അവൻ വളരണം, ദൈവരാജ്യം വളരണം. ആ യോഹന്നാന്റെ ഒരു മനോഭാവം നാം ആർജിക്കേണ്ടതുണ്ട്. ഒരല്പം ഒന്ന് എളിമപ്പെടാൻ, ഒരല്പം ഒന്ന് കുറയാൻ, മറ്റുള്ളവർ വളരാൻ ഒന്ന് അനുവദിക്കാൻ, ആ ഒരു മനോഭാവം നമ്മിലുണ്ടാകണമെന്നുള്ള ഒരു വലിയ ചിന്ത ഈ വചനഭാഗം നമുക്ക് തരുന്നുണ്ട്. നമുക്കത് ധ്യാനിക്കാം, പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. ആമേൻ.